കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമം കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി തൃശൂരിൽ MP കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സുരേഷ് ഗോപിയെ വേട്ടയാടുക എന്ന് പറയുന്നത് 74,686 വോട്ടിന് ജയിപ്പിച്ച സമ്മതിദായകരെ, വോട്ടർമാരെ അധിക്ഷേപിക്കുകയാണ്. തൃശൂരിലെ വോട്ടർമാരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അധിക്ഷേപിക്കുകയാണ്. ആദ്യം കിരീടത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു അധിക്ഷേപം, രണ്ടാമത് തൃശൂർ പൂരത്തിന്റെ പേര് പറഞ്ഞായിരുന്നു അധിക്ഷേപം. ഇപ്പൊ പറയുന്നത് കള്ളവോട്ടാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഓരോ ദിവസവും ഓരോ അധിക്ഷേപം ഉന്നയിക്കുകയാണ്. ഞങ്ങൾ വളരെ കൃത്യമായ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ കഷണ്ടിക്ക് ഇപ്പോൾ മരുന്ന് വന്നിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അസൂയയ്ക്ക്, കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അസൂയയ്ക്ക് മറുപടി മരുന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സുരക്ഷിതമായ വിജയം മാത്രമാണ്. അത് ഇന്ന് തൃശ്ശൂര്, നാളെ കേരളം മുഴുവനും വിജയിക്കും. അതിനിടയിലാണ് പറയുന്നത് സുരേഷ് ഗോപി രാജിവെക്കണം. ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു, ആ വാർഡിൽ ബി.ജെ.പിയുടെ ഒരു പ്രവർത്തകൻ പോലുമില്ല. ഞങ്ങൾ ഇതിന്റെ പിന്നാലെ ഈ രീതിയിലുള്ള അധിക്ഷേപം പറഞ്ഞ് നടക്കാറില്ല. ഏത് കാര്യത്തിനും ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയങ്ങളൊന്നും നോക്കാതെ വോട്ട് ചേർക്കുന്നതിനെ കുറിച്ചുള്ള സമയമുണ്ടായിരുന്നു, വോട്ട് പരിശോധന നടത്തേണ്ട സമയമുണ്ടായിരുന്നു, വോട്ട് വെട്ടേണ്ട സമയമുണ്ടായിരുന്നു, വോട്ട് പിൻവലിക്കേണ്ടതിന് സമയമുണ്ടായിരുന്നു, പരാതി കൊടുക്കുന്നതിന് സമയമുണ്ടായിരുന്നു, പരാതി അന്വേഷിക്കുന്നതിന് സമയമുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ വീട്ടിൽ ഉറങ്ങാൻ പോയ ആൾക്കാരാ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടപ്പോ മുരളി മന്ദിരത്തിൽ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങായിരുന്നു മുരളീധരൻ. പ്രതാപൻ മുരളി മന്ദിരത്തിൽ പോലും വരാതെ, തൃശൂരിൽ പോലും വരാതെ എവിടെയോ ആയിരുന്നു. തൃശൂർ പൂരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് റവന്യൂ മന്ത്രി രാജൻ പൂരപ്പറമ്പിലുണ്ട് എന്ന് പറയുന്നു. സുനിൽകുമാർ തൃശൂരില് CPI ഓഫീസിലുണ്ടായെന്ന് പറയുന്നു. അലങ്കോലമായപ്പോൾ ഒരാളും വന്നില്ല. കാരണം എന്താ? അലങ്കോലപ്പെടുത്തിയത് ഇവരാ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട് അത് പരിഹരിക്കാൻ രംഗത്ത് വന്ന സുനിൽകുമാർ, അത് പരിഹരിക്കാൻ രംഗത്ത് വന്ന രാജൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കി. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ വിജിലന്റ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത് ചെയ്തു. കരിമരുന്നിന്റെ പേരിൽ കരിമരുന്നും വേണ്ട എന്ന് BJP പറഞ്ഞു. ഏതോ ഹിന്ദു ഐക്യവേദിയിലെ ആള് പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ തൃശ്ശൂർ മുഴുവൻ പ്രചരണം നടത്തി ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആൾക്കാരാ. ഇപ്രാവശ്യം പൂരത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് നേടാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ തടഞ്ഞു. ഞങ്ങൾ വിജിലന്റ് ആയിരുന്നു, ഞങ്ങളും ഒപ്പമുണ്ടായിരുന്നു. ഹൈക്കോടതി കേസ് കൊടുത്തത് ഞങ്ങളാണ്. എന്നിട്ടിപ്പോ പൂരത്തിന്റെ പേര് പറഞ്ഞു പൂരമാണ് അട്ടിമറിച്ചത്. അത് കഴിഞ്ഞപ്പോ പൂരത്തിന്റെ കാര്യം എലിപുലി ഊരാമ്പലി ആയപ്പോ അടുത്തത് കൊണ്ടുവന്നിരിക്കുക. ഇത് അധിക്ഷേപമാണ്, ഇത് അംഗീകരിക്കില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് ചേർക്കുന്നതിൽ അപാകതയില്ല എന്നുള്ളതാണ് BJPയുടെ വാദം. പക്ഷേ ചില ആളുകൾ, ബിജു പുളിക്കക്കണ്ടത്തിൽ സുരേഷ് ഗോപിയുടെ അനുയായിയായി നടക്കുന്ന ഒരാള്, വരവൂർ സ്വദേശിയായിട്ടുള്ള ഷാജി വരവൂർ, സുഭാഷ് ഗോപി, ഇവർ 3 പേരും നമ്മൾ വ്യക്തിപരമായി നടത്തിയ പരിശോധനയിൽ 3 പേർക്ക് 2 സ്ഥലങ്ങളിലായിട്ടുണ്ട്. ബിജു പുളിക്കക്കണ്ടത്തിൽ പാലായിലും തൃശ്ശൂർ വോട്ടുണ്ട്, സുഭാഷ് ഗോപിക്ക് ഇരവിപുരത്തും തൃശ്ശൂരിലും വോട്ടുണ്ട്, ഷാജി വരവൂറിന് ആലത്തൂരിലും തൃശ്ശൂരിലും വോട്ടുണ്ട്. ഇത് ഇരട്ട വോട്ടല്ലേ? ഇരട്ട വോട്ട് ഇഷ്ടമാതിരി ആളുകൾക്കുണ്ടെന്ന്. രമേശ് ചെന്നിത്തല അമ്മയ്ക്ക് 2 വോട്ടുണ്ട്, VD സതീശൻ 2 വോട്ടുണ്ട്, ഈ കേരളത്തിലെ പല ആളുകൾക്ക് 2 വോട്ടുണ്ട്. ആ 2 വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് മഷി പരത്തുന്നത്. അപ്പം എന്നൊരു കാര്യം ചെയ്യാം, ഇലക്ഷൻ കമ്മീഷൻ ഈ മഷി പരട്ടലൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആധാറുമായി ലിങ്ക് ചെയ്യാം. തയ്യാറാവട്ടെ. ഞാൻ ഇരട്ട വോട്ട് ശരിയാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇരട്ട വോട്ട് ശരിയല്ല, വോട്ട് കള്ളത്തരവും ശരിയല്ല, കളവായി ചേർക്കുന്നതും ശരിയല്ല. പക്ഷെ ഇതൊക്കെ കണ്ടുപിടിക്കാനും ഇതൊക്കെ നിർദ്ദേശിക്കാനും ഒരു സമയമുണ്ട്, പരാതി കൊടുക്കാൻ സമയമുണ്ട്.
വെട്ടിക്കാൻ സമയമുണ്ട്. ഞങ്ങൾ വെട്ടിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതാണ്ട് 23 വോട്ട് ഞങ്ങൾ വെട്ടിയിട്ടുണ്ട്. പരാതി കൊടുത്തിട്ട് അതിൽ നടപടി ഉണ്ടായില്ലെന്നുള്ളതാണ് കോൺഗ്രസിന്റെയും നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ നടപടി എടുക്കുന്നവർക്ക് കോടതി പോവാം. അവർ കോടതി പോട്ടെ. നടപടി ഉണ്ടായില്ല. ഇവിടുത്തെ തൃശ്ശൂരിലെ കളക്ടർ BJP ആണോ? തൃശ്ശൂരിലെ കളക്ടർ BJP ആണോ? BJP ആണെന്ന് താങ്കൾക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടോ? തൃശ്ശൂരിലെ ഞാൻ സുനിൽകുമാറെ ഞാൻ പറയട്ടെ, ഈ കിട്ടാത്ത മുന്തിരി കുടിക്കും. സുനിൽകുമാറിന് കുറച്ച് നാളായിട്ട് കുളിക്കൽ തുടങ്ങിയിരിക്കുക. മനസ്സിലായില്ലേ? നല്ല എണ്ണ വെച്ച് കുളിച്ചാൽ മതി. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, തോൽവിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു തരം മാനസിക വിഭ്രാന്തിയാണ്. അത് മാറിയിട്ടില്ല ഇപ്പോഴും. ആ മാനസിക വിഭ്രാന്തി സുനിൽകുമാറിന് എൻ്റെ സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്താണ്. പക്ഷെ മാനസിക വിഭ്രാന്തി വന്നാൽ എന്താ ചെയ്യുക? ജയിച്ചു പോയി എന്ന് വിചാരിച്ച ആൾ പെട്ടെന്ന് തോറ്റു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഭ്രാന്തി. അതുകൊണ്ട് ഈ എന്തെങ്കിലുമൊക്കെ പിച്ചുമായി വരുന്നത് അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. സുനിൽകുമാർ എൻ്റെ സുഹൃത്ത്, അത്ര വലിയ കാര്യമല്ല. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ കളക്ടറെ വെച്ചിട്ടുള്ളത്, തൃശ്ശൂർ കളക്ടറെ വെച്ചിട്ടുള്ളത് BJP ആണ്. തൃശ്ശൂരിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ വോട്ട് ചേർക്കുന്നതിലും വോട്ട് വെട്ടുന്നതിലും വോട്ട് വിഷയങ്ങൾ അന്വേഷിക്കുന്നതിലും തൃശ്ശൂരിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളില്ലേ? ഞങ്ങളെന്തിനാ പഠിക്കുന്നത്? നമ്മൾ ഇരട്ട വോട്ടിനെ അംഗീകരിച്ചിട്ടില്ല, വോട്ട് തട്ടിപ്പിനെ അംഗീകരിച്ചിട്ടില്ല, വോട്ട് കള്ളത്തരത്തെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ജയിച്ചു